അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. അരിഫത്തിലിട്ട് സ്വീറാത്ത് കടക്കും നാൾ അരിമ മുഹിയദ്ദീൻ കാവലിൽ യഗല്ലാഹ് ഖ്വാജ ശഫാഅത്തിൽ മുഹിയദ്ദീൻ തൻ കൂടെ കൂട്ട് സ്വർഗ്ഗത്തിൽ ആലം ഉടയോനേ. മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനോട് കൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുത്തുബാക്കി ഉയർത്തിയ മഹാനാണ്. കുത്തുബി എന്ന് പറയുമ്പോൾ ഔലിയായിന്റെ പദവികളിൽ ഏറ്റവും ഉന്നതമായ ഉയർന്ന സ്ഥാനമാണ്. കുത്തുബ്, അഫ്റാദ്, ഔത്താദ്, അബ്ദാല് തുടങ്ങി വ്യത്യസ്തമായ പേരിൽ പദവിയുള്ളവരാണ് മഹാന്മാരായ ഔലിയാക്കൾ. മാലയിൽ കാണാൻ കഴിയുന്നു ബാബാ മുദ്ദുവിന് കുത്തുബായി വന്നോവർ വാനം മദളിയിലും കിളി നിറഞ്ഞോവർ. ശൈഖ് അവർകൾ പിതാവിൽ നിന്ന് മാതാവിലേക്ക് പകരുമ്പോൾ തന്നെ കുത്തുബായിരുന്നു. 7 ആകാശത്തും മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പ്രസിദ്ധി നേടിയവരാണ്. ഇങ്ങനെ മാലയിൽ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ ഔലിയായിന്റെ കിതാബിൽ പറയുകയാണ്, ഇന്ന അക്ബറൽ ഔലിയായി ബഅദ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. സ്വഹാബ കിറാമിന് ശേഷം ഔലിയാക്കളിൽ പ്രമുഖന്മാരായ ആളുകൾ അൽ ഖുതുബു, ഖുതുബ് എന്ന സ്ഥാനമുള്ളവരാണ്. അത് കഴിഞ്ഞാൽ സുമ്മൽ അഫ്റാദു, അഫ്റാദീങ്ങളാണ്, ഔത്താദീങ്ങളാണ്, അബ്ദാലീങ്ങളാണ്. റളിയല്ലാഹു അൻഹും. മഹാന്മാരായ ഔലിയാക്കളോട് കൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുതുബ് എന്നത് ഔലിയായിന്റെ പദവികളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുடைய ആളുകൾ. ഒരു സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ഉദാഹരണമെടുത്താൽ അവിടുത്തെ മുഖ്യമന്ത്രിയെയോ ഒരു രാജ്യത്തെ നമ്മൾ ഉദാഹരണമാക്കിയാൽ അവിടുത്തെ പ്രധാനമന്ത്രിയെയോ ഖുത്ബിനെ നമുക്ക് ഉദാഹരണപ്പെടുത്താൻ സാധ്യമാകും. ഇങ്ങനെ ഖുത്ബ് ഔലിയായിന്റെ മേഖലയിൽ വളരെ ഉന്നതനായ ആളാണ്. ഖുത്ബു അഖ്താബിൽ വുജൂദി ബിയസ്രിഹാ. ലോകത്തെ കുത്തുബുകളിൽ തന്നെ ഞാൻ കുത്തുബാണെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറയുന്നു. ആ ഗൗസുൽ ആദം തന്നെ ചോദിക്കുകയാണ്, ഫമൻ ഫീ റിജാലില്ലാഹി നാലാ മക്കാനതി വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി വലനൽ വിലായത്തു മിന്ന ലസ്തു ബിറബ്ബിക്കും വഇമാമുനൽ മഹ്ദി ഫഹുവ ഖിതാമുനാ. ഔലിയായിൽ എന്റെ പദവിയിലെത്തിയവരാരുണ്ട്? വമൻ ഫീ റിജാലില്ലാഹി നാല മക്കാനതി.
അള്ളാഹുവിന്റെ റിജാലിയങ്ങളിൽ ഔലിയാക്കളിൽ എന്റെ സ്ഥാനത്തെത്തിയ ആളുകൾ ആരുണ്ട്? ഔസുല്ലാഹു റളിയല്ലാഹു ചോദിക്കുകയാണ്, വജദ്ദി റസൂലുള്ളാഹി ഫിൽ അസ്ലി റബ്ബാനി, എന്റെ വലിയപ്പ, എന്റെ പിതാമഹൻ അന്ത്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് എന്നെ പോറ്റി വളർത്തിയത് എന്ന് പരിശുദ്ധ ഔസുല്ലാഹും പറയുകയാണ്. വലനൽ വിലായത്തു മിന്നലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹു തആല അനുലോകത്തോട് ചോദിച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ അല്ലാഹു നമുക്ക് വിലായത്ത് തന്നിരിക്കുകയാണ്. വഇമാമുനൽ മഹ്ദിയു ഫഹുവ ഖിതാമുനാ, മഹാനായ മഹ്ദി ഇമാം നമ്മുടെ അവസാന കണ്ണിയാണ്. വിലായത്തുമായി അവസാനമെത്തുന്നത് നമ്മുടെ ഇമാം മഹ്ദി ഇമാമാകുന്നു എന്ന് ഫുതൂഹുൽ ഗൈബിൽ നമുക്ക് കാണാൻ സാധ്യമാകുമ്പോൾ, ഇങ്ങനെ വലിയ സ്ഥാനം ബഹുമാനപ്പെട്ട ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു നേടിയെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ ജ്ഞാനം നൽകി എന്നതാണ്. വലിയ സ്ഥാനമാനങ്ങൾ ബഹുമാനപ്പെട്ട ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഈ സ്ഥാനങ്ങളും മഹത്വങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായത് അദ്ദേഹത്തിന്റെ വലിയ ജ്ഞാനമാകുന്നു. മഹാനവറുകൾ പറയുന്നു, അനഫീ മജ്ലിസി നറൽ അർശ ഹഖ്ഖാ വജമീഉൽ അംലാകി ഫീഹി ഖിയാമു, ഞാൻ എന്റെ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് അർശിനെ കാണുന്നുണ്ട്. അർശിനെ ഞാൻ കാണുന്നു, അവിടെ എല്ലാ മലക്കുകളും നിൽക്കുകയാണ്. വജമീഉൽ അംലാകി ഫീഹി ഖിയാമു, അവിടെ എല്ലാ മലക്കുകളും നിൽക്കുകയാകുന്നു എന്ന് മഹാനവറുകളെ കുറിച്ച് പറയുമ്പോൾ, ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്ര സംഭവം ഫുതൂഹുൽ ഗൈബിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നു. ഇലൽ മഹ്ഫൂദി വൽ അർശി നളറതൻ ഫലാഹത് ലിയൽ അൻവാറു വറബ്ബു അതാനി, ലൗഹുൽ മഹ്ഫൂദിലേക്കും അർശിലേക്കും ഞാൻ നോക്കി, അപ്പോൾ ദിവ്യപ്രകാശങ്ങൾ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അല്ലാഹു എനിക്ക് വേണ്ടതൊക്കെയും തന്നു. വറബ്ബു അതാനി, എന്റെ റബ്ബാണ് എനിക്ക് ഇങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഇരുന്നായിരിപ്പന്മേൽ ആകാശം കണ്ടോവർ, ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ശൈഖ് അവർകൾ ഇരുന്ന ഇരിപ്പിൽ 7 ആകാശം കണ്ടിട്ടുണ്ട്. അവിടുത്തെ മഹാത്ഭുതകരമായ സംഭവങ്ങൾ മഹാനായ ഔസുല്ലാഹു കണ്ടിട്ടുണ്ട്. അദ്ദേഹം അദൃശ്യ ലോകത്ത് ഉയരത്തിൽ പറക്കുന്ന രാജാവാണ്, രാജകിളിയാകുന്നു എന്ന് മലയിൽ നമ്മോട് അറിയിക്കുമ്പോൾ, ഇങ്ങനെയുള്ള വലിയ സ്ഥാനമാനങ്ങൾ ബഹുമാനപ്പെട്ട ഔസുല്ലാഹു എത്തിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനത്ത് മഹാനവറുകൾ എത്താൻ കാരണമായത് അദ്ദേഹത്തിന്റെ ആഴമേറിയ വിജ്ഞാനവും അദ്ദേഹത്തിന്റെ വലിയ ബഹുമാനവുമായിരുന്നു. ഔലിയായിനെ ബഹുമാനിക്കുന്ന സ്വഭാവം, ആ ഒരു പ്രത്യേകമായ അദബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിലേ ഉണ്ട്. കൂട്ടുകാരായ 2-3 ആളുകൾ ഒരിക്കൽ ഒരു ഗൗസിനെ കാണാൻ വേണ്ടി പോകുകയാണ്. ഒന്ന് അബ്ദുള്ളയാണ്, മറ്റൊന്ന് ഇബ്നു സഖയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമുമാൻ അഥവാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. ബഗ്ദാദിൽ ഔസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനെ കാണാനാണ് പോകുന്നത്. അവര് അങ്ങനെ പോകുന്ന വഴിക്ക് ഇബ്നു സഖാ പറഞ്ഞു,
വനഹ്നു സൈറൂൻ ലാ അസ്അലന്നഹു മസ്അലത്തൻ ലാ യദ്രി ലഹാ ജവാബ. ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കൂടെയുണ്ടായിരുന്ന അബ്ദുള്ള പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കും, എന്നിട്ട് എന്ത് മറുപടിയാ അദ്ദേഹം തരുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. മഹാനായ ഗൗസുൽ ആലം പറഞ്ഞു, അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകളെ ചോദ്യം ചോദിച്ച് പരീക്ഷിക്കാനും അവർക്കറിയില്ല എന്ന് നടിക്കാനോ ഒന്നും ഞാനില്ല. അദ്ദേഹത്തിനെ കാണുക എന്ന ബറക്കത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗൗസിന്റെ മുമ്പിലെത്തി. ഫലം നറഹു ഇല്ലാ ബഅദ സഅ. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നു സഖയിലേക്ക് കോപത്തോടുകൂടെ നോക്കിയിട്ട് പറഞ്ഞു, വൈഹഖ യാ ഇബ്നു സഖാ, ഇബ്നു സഖാ നിനക്ക് നാശമാണ്. നീ എന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ഉത്തരമില്ലാത്ത ചോദ്യം ഇതല്ലയോ എന്ന് ചോദിച്ചിട്ട് അതിന്റെ മറുപടിയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. ഇന്നീ ലഅറാ നാറിൽ കുഫ്രി തൽതഹിബു ഫീകാ. നിന്നിൽ കുഫറിന്റെ തീയാണ് ഞാൻ കാണുന്നത് എന്ന് പറയുകയാ. പിന്നീട് എന്നിലേക്ക് നോക്കി അബ്ദുള്ള പറയുകയാണ്, എന്നിട്ട് ഗൗസവർകൾ പറഞ്ഞു, യാ അബ്ദുള്ള, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നു, എന്നിട്ട് നിങ്ങൾ അതിന്റെ ജവാബിനെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് ശ്രദ്ധിക്കാനല്ലയോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്നാൽ നിങ്ങൾ ഒരു ദുനിയാവിന്റെ ആളാണ്. നിങ്ങൾ ദുനിയാവിന്റെ അവസ്ഥ നോക്കിയിട്ട് അത് ക്ലിയർ അല്ലയോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളായിക്കോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോടും മറുപടി പറഞ്ഞു. പിന്നീട് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിട്ട് വാദിനാഹു മിൻഹു വഅക്റമഹു, ആ കുട്ടിയെ ഗൗസിലേക്ക് അടുപ്പിക്കുകയും ആ കുട്ടിയെ ബഹുമാനപ്പെട്ട ഗൗസവർകൾ ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അബ്ദുൽ ഖാദിറിനോട് പറയുകയാ, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ബിഹുസ്നി അദബിക, നിങ്ങൾ അദബിന്റെ നന്മ കൊണ്ടാ നിങ്ങളെ അല്ലാഹു തആല ആദരിച്ചത്. കന്നി അറാക ഫീ ബഗ്ദാദ്, നിങ്ങളെ ഞാൻ ബഗ്ദാദിൽ കണ്ടതുപോലെയുണ്ടല്ലോ. നിങ്ങൾ വലിയ ഉയർന്നതായ കസാലയിൽ നിന്നിട്ട് ദീനീ പ്രബോധനം നടത്തുമ്പോ നിറഞ്ഞു നിൽക്കുന്ന സദസ്സല്ലയോ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നത്. വഖൽതു ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയില്ലാ, ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാ ഔലിയാക്കളുടെയും മേലെയാണ് ബഹുമാനപ്പെട്ടവര്. ഔസുല്ലാദും എല്ലാ ഔലിയാക്കളുടെയും മേലെയാണ്. കാലഘട്ടത്തിലുള്ള എല്ലാ ഔലിയാക്കളും ബഹുമാനപ്പെട്ടവരുടെ കീഴിലായിട്ട് ജീവിച്ചവരുമാണ്. ഇങ്ങനെ ഒരു വലിയ യാത്രയും സംഭാഷണങ്ങളും അവിടെയുള്ള സംഭവങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട ഗൗസുൽ-ആലം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുകയാണ്. ദീർഘമായ ഒരു ചരിത്രമാണ്, സംഭവമാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. ഇവിടെ ഗൗസവർകളെ ബഹുമാനിച്ചു എന്ന കാരണത്താലാണ് അവിടുന്ന് കിട്ടിയ ഗുരുത്വവും പൊരുത്തവുമാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ കാരണമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായി തീർന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ-ആലം, അവരെപ്പോലുള്ള മഹത്തുക്കൾ അവർക്കെല്ലാം തഅലീം എന്നതുകൊണ്ടാണ് ഉയരങ്ങളിൽ താൻ സത്യമായത്. ഈ ഒരു അവസ്ഥ, ഈ ഒരു നല്ല സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുകയാണ്.
അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.